guys, Kunjoos Gallery ki origil kori swagatham. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പട്ട് സാരിയുടെ വിത്ത് ബ്ലൗസിലെ ബീഡ്സ് ആൻഡ് സ്റ്റോൺസ് ഉപയോഗിച്ചുള്ള ഒരു കോമ്പിനേഷനുള്ള വർക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാ ബിഗിനേഴ്സിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഇതൊരു സിമ്പിൾ വർക്കാണ്. അതായത് സ്റ്റാർട്ടിംഗ് ഒരു 700-800 വരുന്ന ഒരു വർക്കാണിത്. 2 ഇഞ്ചസിലെ തിക്ക് വർക്കും അതിനുശേഷം ഗാലക്സി ഒരു സ്പ്രെഡിങ് ടൈപ്പാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ? നമ്മളിവിടെ സ്കെച്ചാണ് ആദ്യം വരച്ചത്. 2 ഇഞ്ച് തിക്നെസ്സിലെ ആണ് തിക്ക് വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സ്പ്രെഡിങ് ടൈപ്പാണ് ചെയ്യുന്നത്. നമ്മൾ പ്ലെയിൻ ഫാബ്രിക്കാണ്, അതായത് വിത്ത് ബ്ലൗസാണിത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ബീഡ്, അതേപോലെ തന്നെ ഫ്രെയിംഡ് ആയിട്ടുള്ള സ്റ്റോണാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ തയ്യൽ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സെയിം ത്രെഡ് തന്നെയാണ് നമ്മളിവിടെ എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു ബോർഡർ വരയ്ക്കുകയാണ്. അതായത് സ്റ്റിച്ചിങ് ചെയ്യേണ്ട ആ ഒരു സ്പേസ് നമ്മൾ കളഞ്ഞിട്ട് ബാക്കി നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ 2 ഇഞ്ച് കനത്തിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ലീവ് മൊത്തത്തിൽ ഒന്ന് ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കൈയിൻ്റെ ലൂസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമ്മൾ തയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. കാരണം ആ വശത്ത് സ്റ്റിച്ച് വരുമ്പോൾ നീഡിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു അളവിന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. നമ്മുടെ കയ്യിലുള്ള വലിയ ഫ്രെയിമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ഫ്രെയിം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടൈറ്റായിട്ട് ഫ്രെയിം സെറ്റ് ചെയ്തില്ലെങ്കിൽ ഫാബ്രിക് ലൂസാവും. മെഷീൻ നൂല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബീഡ് കോർക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ഇഴയിലാണ് നമ്മൾ നൂല് കോർത്തിരിക്കുന്നത്. അതിനുശേഷം ഓരോ ബീഡും ഇടവിട്ടിട്ട്, അതായത് ഒരു ഏകദേശം 1/4 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓരോ ബീഡും ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊരു ചെയിൻ മോഡലായിട്ടാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. ഒരു നൂല് പൊട്ടിയ ആ ഒരു നൂല് ഉപയോഗിച്ച് കോർത്ത എല്ലാ ബീഡും പതിയെ അഴിഞ്ഞു പോവും. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബീഡ് കഴിയുമ്പോഴും അതിൻ്റെ ബാക്കിൽ നോട്ടിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈനിങ് ബ്ലൗസുകൾക്കൊന്നും അങ്ങനെ പ്രശ്നം വരില്ല. പക്ഷേ ലൈനിങ് അല്ലാത്ത ബ്ലൗസുകളാകുമ്പോൾ നമ്മൾ ഓരോ ബീഡിൻ്റെ ബാക്കിലും നോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഒരു സ്ലീവിൻ്റെ ഒരു പകുതി പോർഷനോളം തീരാറായിട്ടുണ്ട്. ഫ്രെയിം എല്ലാവരും ലൂസാവാതെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫ്രെയിം ഊരുമ്പോൾ ഫാബ്രിക് ഫ്രെയിമിലിട്ടത് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എംബ്രോയിഡറിയുടെ ഉള്ളിൽ ചുളിവുകൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ കഴിയുമ്പോഴും അതിൻ്റെ ബാക്കിൽ കെട്ടിടാൻ ശ്രദ്ധിക്കുക. ഇതൊരു എംബ്രോയിഡറി വർക്ക് അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറിയാണിത്. അങ്ങനെ നമ്മുടെ 2 ഇഞ്ചിൻ്റെ തിക്നെസ്സിലുള്ള ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ്, നമ്മളിപ്പോൾ 1 cm ഡിസ്റ്റൻസിലാണ് നമ്മൾ ആ 2 ഇഞ്ചിൽ ചെയ്തെങ്കിൽ ഇതൊരു 1 ഇഞ്ചോ 2 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തടുത്ത ബീഡ് തുന്നാൻ പോകുന്നത്. ഓരോന്ന് കഴിയുമ്പോഴൊന്ന് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. പിന്നെയും പറയണ ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ ഓരോ ബീഡ് കഴിയുമ്പോഴും അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തേ മതിയാവും.
അങ്ങനെ നമ്മുടെ ബീഡ് തുന്നിക്കഴിഞ്ഞ് നമുക്ക് സ്റ്റോണാണ് ഒട്ടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഫ്രെയിംഡ് ആയിട്ടുള്ള സ്റ്റോണാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗമ്മ് ഫാബ്രിക് ഗ്ലൂ ആണ്. ഈ ഫാബ്രിക് ഗ്ലൂ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തൊരു 2-3 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഒട്ടും. അതിനു മുന്നേ ഒട്ടിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇത് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തണം. ഫ്രെയിം ടൈപ്പ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഒട്ടിക്കാനും വളരെ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ആ സ്റ്റോണ് ആ ഒരു പൊസിഷൻ വിട്ട് നീങ്ങത്തുമില്ല. അങ്ങനെ നമ്മുടെ സ്ലീവിലത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ വർക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പ്ലെയിൻ ബ്ലൗസ് ആണെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട എല്ലാവരും ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് വീട്ടിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you with another video. Bye.